എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് ഇന്ന് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് വളരെ പരിചയമുള്ള ചില ചിന്തകൾ ഞാൻ പങ്കുവെക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശുവിൽ എന്ത് ഭാവമാണുള്ളത് എന്ന് അറിയാൻ ഈ വാക്യങ്ങൾ വായിച്ചാൽ ധാരാളം മതിയാകുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാവം, ദ സെയിം മൈൻഡ്, അതേ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഈ വാക്യങ്ങൾക്കിടയിൽ 2-3 പ്രബോധനങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും എന്നൊരു പ്രബോധനം 2-ാം വാക്യത്തിലുണ്ട്. നിങ്ങൾ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നൊരു പ്രബോധനവും നമുക്ക് കാണാം. തുടങ്ങുന്നത് ക്രിസ്തു വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ. എന്താ പൗലോസ് അങ്ങനെ പറയാൻ കാരണം? ഉണ്ടെങ്കിൽ 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 എന്ന് സംശയമുണ്ടോ അതേക്കുറിച്ച്? ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടെന്നുള്ളതിന് സംശയം ഉണ്ടായിട്ടാണ്? അല്ല. ഇതെഴുതിയ ഗ്രീക്ക് ഭാഷയിലെ ഈ പ്രസ്താവനകളെ ഫസ്റ്റ് ക്ലാസ് കണ്ടീഷൻസ് എന്ന് പറയും. അത് ആ ഭാഷയുടെ പ്രത്യേകതയാണ്. 3 തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് ഉള്ളത്: ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് റിയാലിറ്റിയാണ്, വാസ്തവങ്ങളെ പറയുവാൻ ഉപയോഗിക്കുന്ന കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും പരിഭാഷ ചെയ്യണത് ക്രിസ്തു വല്ല പ്രബോധനവും ഉള്ളതുകൊണ്ട്, ക്രിസ്തുവിൽ ആശ്വാസം ഉള്ളതുകൊണ്ട്, ആത്മാവിന്റെ കൂട്ടായ്മ ഉള്ളതുകൊണ്ട്, വല്ല ആർദ്രതയും മനസ്സിലും ഉള്ളതുകൊണ്ട്. എന്നാൽ പരിഭാഷയിൽ അങ്ങനെ ചെയ്യാൻ ഒക്കില്ല. കാരണം ഫസ്റ്റ് ക്ലാസ് കണ്ടീഷൻ ആണെങ്കിലും അതിന്റെ വ്യാഖ്യാനത്തിലാണ് ഫസ്റ്റ് ക്ലാസ് കണ്ടീഷന്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. സെക്കൻഡ് ക്ലാസ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡൗട്ടാണ്, സംശയമുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് സെക്കൻഡ് ക്ലാസ് കണ്ടീഷൻസ് ഉപയോഗിക്കുന്നത്. അസാധ്യമായ കാര്യങ്ങൾ പറയാനാണ് തേർഡ് ക്ലാസ് കണ്ടീഷൻസ് ഉപയോഗിക്കുന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ് കണ്ടീഷൻസാണ് ഗ്രാമറില്. അപ്പോ ഇതെല്ലാം ക്രിസ്തുവിൽ ഉണ്ടെന്നാണ്. ഇതെല്ലാം ക്രിസ്തുവിലുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിലുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളെന്റെ സന്തോഷം പൂർണ്ണമാണ്. പൗലോസ് ഫിലിപ്പിയിലെ സഭയുടെ സ്ഥാപകനാണ്, അവരുടെ ആത്മീയ ഗുരുവാണ്, പിതാവാണ്. അപ്പോ പൗലോസിന് ന്യായമായി ആവശ്യപ്പെടാവുന്ന ഒരു കാര്യമാണ് താൻ സ്ഥാപിച്ച സഭ തന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കണം. അതിന് ആവശ്യമായത് ഉണ്ട്, ക്രിസ്തുവിലുണ്ട്. പിന്നെ എന്താ പൂർണ്ണമാക്കിയാൽ? നമ്മൾ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 4 യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ക്രിസ്തുവിലുള്ള 4 യാഥാർത്ഥ്യങ്ങൾ. 2-ാമത്തെ ഭാഗത്ത് 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ക്രിസ്തുവിലുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾക്കുണ്ടായിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ 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 ഏക മനസ്സുള്ളവരാകണം, ഏക സ്നേഹമുള്ളവരാകണം, ഐകമത്യപ്പെടണം, ഏകഭാവമുള്ളവരാകണം. അത് കൽപ്പനകളാണ്. നിങ്ങൾ ഏക മനസ്സുള്ളവരാകണം. പൗലോസ് ആഗ്രഹിക്കുന്നത് അതാണ്. ക്രിസ്തുവിൽ ഇത്രയും സമ്പന്നത ഉള്ളത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും. ഏക മനസ്സും ഏക സ്നേഹവും ഐകമത്യവും ഏകഭാവവും നാം ഉള്ളവരായിട്ട് തരും. അവസാനത്തെ 2 വാക്യങ്ങളിലേക്ക് വരുമ്പോ അവിടെ നമ്മുടെ സ്വഭാവവും ദൂഷ്യങ്ങളും ബലഹീനതകളെയും കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളും ബലഹീനതകളും: ശാഠ്യം, ദുരഭിമാനം, താഴ്മയില്ലാത്ത അവസ്ഥ, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണാത്ത അവസ്ഥ, സ്വന്തം ഗുണം മാത്രം നോക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് ആണ്. കർത്താവിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വേണം. ഇതാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അറിയില്ല. ശാഠ്യവും ദുരഭിമാനവും ഉണ്ടല്ലോ. നമ്മളെല്ലാം ഭയങ്കര ദുരഭിമാനികളായ ആളുകളാണ്. അത് ഓരോരോ സന്ദർഭങ്ങളിൽ വെളിപ്പെടും നമ്മുടെ ദുരഭിമാനം എന്ന് പറയും. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴുന്ന ആളുകളൊന്നുമല്ല. അതൊക്കെ വലിയ പ്രയാസമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ താഴുക എന്ന് പറയുന്നത് വലിയ പ്രയാസം.
അതുപോലെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരാണ് എന്ന് എണ്ണാനായിട്ട് നമ്മളെ പോലെയാ നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നെയൊക്കെ മെച്ചമാന്നൊക്കെ പറയണമെങ്കിൽ ഇച്ചിരി പ്രയാസം. അതുപോലെ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. സ്വന്തം ഗുണം നോക്കരുതെന്നല്ല. നമ്മുടെ ഗുണം നോക്കാൻ തന്നെ നമുക്ക് സമയമില്ല, പിന്നെ എങ്ങനെ വല്ലവന്റെ ഗുണം നോക്കാൻ പോകും? ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. ഇപ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളരണം എന്ന് നാം ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം വിജയകരമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ നാം ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത്, ക്രിസ്തുവിൽ ലഭ്യമായ സാധ്യതകളും അനുഗ്രഹങ്ങളും നമ്മൾ സ്വന്തമാക്കണം. ക്രിസ്തുവിൽ ലഭ്യമായ അനുഗ്രഹങ്ങളും സാധ്യതകളും നമ്മുടെ സ്വന്തമാക്കണം. നാം അത് സ്വായത്തമാക്കണം, സ്വായത്തവൽക്കരിക്കണം. കർത്താവിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിൽ ഒരുപാട് അനുഗ്രഹങ്ങളും സാധ്യതകളും ഉണ്ട്, പക്ഷെ നമ്മുടെ ആക്കണമെന്നാ പറഞ്ഞത്. പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ പ്രബോധനമുണ്ട്, ക്രിസ്തുവിൽ ആശ്വാസമുണ്ട്, ക്രിസ്തുവിൽ കൂട്ടായ്മയുണ്ട്, ക്രിസ്തുവിൽ ആർദ്രതയും മനസ്സിലും ഉണ്ട്. പക്ഷെ അത് നമ്മുടേതാക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെല്ലാം നമ്മുടെ പ്രബോധനങ്ങളാക്കണം. അതുപോലെ ക്രിസ്തുവിന്റെ ആശ്വാസം നമ്മുടെ ആശ്വാസമാക്കണം. ക്രിസ്തുവിലുള്ള കൂട്ടായ്മ നാം അനുഭവിക്കണം, നമ്മുടേതാക്കണം അത്. അതുപോലെ ആർദ്രതയും മനസ്സിലുള്ളവനാണ് കർത്താവ്, പക്ഷെ അത് നമ്മുടേതാകണം. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ക്രിസ്തുവിലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ കാര്യം? ഒരുപാട് കാര്യങ്ങൾ ക്രിസ്തുവിലുണ്ട്, അല്ലേ? നമ്മിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതുപോലെ നമ്മുടെ സ്വന്തമാക്കാനായിട്ട് കഴിയുന്നില്ല. ബുദ്ധിയുള്ള അനേക കുട്ടികളും ബുദ്ധി ഉപയോഗിച്ച് നന്നായി പഠിക്കുന്നില്ല. അവർ വിചാരിച്ചിരുന്നെങ്കിൽ IAS-കാരാകാമായിരുന്നു, പക്ഷെ അവര് ചിലപ്പോൾ ഒരു പ്യൂണ് പോലും ആകില്ല. കഴിവില്ലാഞ്ഞിട്ടല്ല, ആ കഴിവിനെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. പാടാൻ നല്ല കഴിവുള്ളവരൊക്കെ യേശുദാസിനെ പോലെ പാട്ടുകാരാകുന്നുണ്ടോ? വരയ്ക്കാൻ കഴിവുള്ളവരൊക്കെ രാമവർമ്മയെ പോലെ അല്ലെങ്കിൽ പിക്കാസോയെ പോലെ അങ്ങനെയുള്ള വലിയ വലിയ കലാകാരന്മാരുണ്ട്, അവരെ പോലെ ഒന്നും ആകുന്നില്ലല്ലോ. ശാസ്ത്രീയ കഴിവുകൾ ഒക്കെയുള്ള ആളുകളുണ്ട്, അവരൊന്നും ഐൻസ്റ്റൈനെ പോലെയും മറ്റ് പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരെ പോലെ ഒന്നും ആകുന്നില്ല. പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട്, അവരൊന്നും സ്പർജയെ പോലെ മൂടിയെ പോലെ ഒന്നും ആകുന്നില്ല. എഴുതാൻ കഴിവുള്ളവരുണ്ട്, അവരൊന്നും കാര്യമായിട്ടൊന്നും എഴുതുന്നില്ല. ഇത് കഴിവില്ലാത്തത് കൊണ്ടുമല്ല, അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ഒന്നുണ്ട്. നമ്മളൊക്കെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അങ്ങ് സാറ്റിസ്ഫൈഡ് ആയി ചെയ്യുക, അത്രയൊക്കെ മതി, അതിൻ്റെയൊക്കെ ആവശ്യം കൂടുതലൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു തെറ്റായിരിക്കുന്ന ഒരു കംപ്ലൈസൻസി എന്ന് ഇംഗ്ലീഷിൽ പറയും. തെറ്റായ ഒരു എന്താണ്, തെറ്റായ ഒരു സംതൃപ്തി, അലസതയുടെ ഒരു ഭാഗമാണ്. അത്രയൊക്കെ മതി. പാചകം ചെയ്യാൻ അറിയാവുന്ന എത്ര സഹോദരിമാർ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അവരൊക്കെ പാചകം ചെയ്യുന്നുണ്ട്. എന്നാ മിസ്സസ് KM മാത്യുവിനെ പോലെയോ ഇതുപോലെ ഇവിടെ ഇന്ത്യ കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ പ്രശസ്തരായിരിക്കുന്ന പാചകക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ പോലെയൊക്കെ എന്താകാത്തത്? ആകുന്നില്ല. ഇവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അത്രയൊക്കെ മതിയെന്നേ. നമ്മളൊരു കറി വെക്കുമ്പോൾ നമ്മൾ എന്താ മനോഭാവം? എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി, അത്രയൊക്കെ ഉള്ളൊന്നും വേണ്ട. നമ്മളതേ കുറിച്ചൊന്നും അതിക്കുള്ളൊന്നും ചിന്തിക്കുന്നില്ല. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. ഒരു 10-70 മാർക്കൊക്കെ കിട്ടിയ പിള്ളേർ പറയാം അതൊക്കെ ധാരാളം മതി, 100 കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ അറിയോ? അങ്ങനെ എനിക്ക് 100-ൽ 100 തന്നെ എല്ലാറ്റിനും വേണം. അങ്ങനെയുള്ള എല്ലാ പിള്ളേരുണ്ട്. അവർക്ക് 100-100 കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഉറക്കവുമില്ല, ഊണുമില്ല, ഒന്നുമില്ല. അവർ ടീച്ചറൊക്കെ പോയി നിൽക്കുക. ടീച്ചറെ ഇപ്പോഴൊരു 1/4 മാർക്ക് കൊടുത്ത് തരാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? ഇവിടെ കാരണം മറ്റേ കൊച്ചിന് 99 ഉണ്ട്, നമുക്ക് 99 ഉള്ളൂ. അപ്പൊ 9 വാങ്ങണം. ഇവിടെ സാറേ ഒരു അര മാർക്ക് കൂടെ, അവസാനം ഒരു അര മാർക്ക് എവിടെയെങ്കിലും ഇട്ട് 99 വായിച്ചിട്ട് അവിടെ അത് 100 ആക്കാനാണ് ശ്രമിക്കുന്നത്. അത് അവരുടെ ഒരു മെന്റാലിറ്റിയാ. നമ്മുടെ മെന്റാലിറ്റി അത്രയൊന്നും വേണ്ട. 50-60 കിട്ടിയാൽ അത് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ വലിയ ആത്മീയരാണ്. അത്യാഗ്രഹം എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തില് ഇല്ലെന്നാണ്. അത് അത്യാഗ്രഹമൊന്നുമല്ല, അത് അലസതയാണ്, ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഉണ്ട് സോക്കേട്. ക്ലാസ്സിലൊക്കെ അവർക്ക് മാർക്കില്ലാഞ്ഞിട്ടൊന്നും കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. എനിക്കുണ്ടായിരുന്നത് ഇത്രയൊക്കെ മതി എന്നുള്ളത്. എന്റെ ഒരു സാറ് എന്നെ അടിച്ചപ്പോഴാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ബ്രദർ അടിച്ച അടിയുടെ ചൂട്, നിനക്ക് ഇത്രയും കിട്ടിയാൽ പോലെ, നിനക്ക് കഴിവുള്ളയാളാ, ഉപയോഗിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞ 4 അടി തന്നു. ഭയങ്കര അടി. എനിക്കെന്താ ഇയാളെന്നെ എന്നെ ഇരിക്കുന്നത്, എനിക്ക് 60 ഉള്ളെങ്കിൽ 70 ഉള്ള അയക്കന്നെ ചെയ്തു. അയാളുടെ മക്കളെ പോയി തല്ലിട്ടെന്ന് മനസ്സിൽ തോന്നി.
പക്ഷെ പറയാനൊക്കുമോ? എന്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ എനിക്കൂടെ തോന്നുന്നുണ്ട്, ഇപ്പൊ അറിയാതെ എന്റെ ഗുണത്തിന് വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് ഓരോ വിധത്തിലും ഇങ്ങനെ പ്രസംഗം ചെയ്യാനൊക്കെ ആളോട് പറഞ്ഞാൽ എത്ര നേരം കണ്ട ഒരു 15 മിനിറ്റിനൊക്കെ ഒരു പ്രസംഗം തട്ടിക്കുട്ടികൾ. ഞാൻ പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കരന്മാരാ. സ്പർജനൊക്കെ 24, 25, 30 മണിക്കൂറിലത്തെ പ്രസംഗം. ഇവരൊന്ന് അരമണിക്കൂറിലൊക്കെ ഞങ്ങൾ തട്ടിക്കുട്ടികളായിരുന്നു. എന്റെ ഒരു അങ്കിളുണ്ടായിരുന്നു. അങ്കിൾ എന്താ പ്രസംഗമാണ് അത്? ഇങ്ങോട്ട് 5 മിനിറ്റിന്റെ പ്രസംഗം ഉണ്ടാക്കി നമ്മളെ കേൾക്കാൻ ആരും കാണുകയില്ല. അങ്കിള് തന്നെ പെരക്കകത്തിരുന്ന് പ്രസംഗം ജാമ്യം പറഞ്ഞ് അല്ലേലിയും പറഞ്ഞ് പോവുകയുള്ളൂ. അതുകൊണ്ട് ആർക്കും പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും പാടാൻ കഴിവുള്ളവർ, എനിക്ക് ഏറ്റവും നന്നായി പാടണം. പൗലോസ് പറയുന്നത് നമുക്ക് ഒരുപാട് സാധ്യതകൾ കർത്താവിന്, ആ സാധ്യതകളെയൊക്കെ നമ്മൾ യാഥാർത്ഥ്യവൽക്കരിക്കണം. അപ്പൊ പൗലോസ് ഒന്നാമത് പറയുന്നത്, ഒന്നാമത്തെ പ്രമാണമായിട്ട് പറയുന്നത് ക്രിസ്തുവിൽ ലഭ്യമായ എല്ലാ സാധ്യതകളെയും അനുഗ്രഹങ്ങളെയും നാം സ്വായത്തവൽക്കരിക്കണം, നമ്മുടെ സ്വന്തമാക്കി തീർക്കണം. ആ കാര്യം വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പൗലോസിന്റെ ഫിലിപ്പിനെ കുറിച്ചുള്ള അതാണ്. ക്രിസ്തു വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ് കണ്ടീഷൻ. ക്രിസ്തുവിൽ പ്രബോധനം ഉള്ളത് കൊണ്ട്, സ്നേഹത്തിന്റെ ആശ്വാസം ഉള്ളത് കൊണ്ട്, ആത്മാവിന്റെ കൂട്ടായ്മ ഉള്ളത് കൊണ്ട്, ആർദ്രതയും മനസ്സരിയും ഉള്ളത് കൊണ്ട്. പിന്നെ താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ സന്തോഷം പൂർണ്ണമാക്കണം എന്നാണ്. നമുക്കിതെല്ലാം നേടിയെടുക്കണം സഹോദരന്മാരെ, വേണ്ടേ? ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാം. നാം നേടിയെടുക്കാതെ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇവിടെ പ്രബോധനം എന്ന് പറയുന്നത് വാസ്തവത്തില് പാരാക്ലേസിസ് എന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. പാരക്ലീറ്റ് എന്ന പരിശുദ്ധാത്മാവിനെ പറ്റി പറയാറുണ്ട്. പാരക്ലീറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് വിളിക്കപ്പെട്ടതാണ്. ടു ബി കോൾഡ് ബൈ അവർ സൈഡ്, നമ്മുടെ പാർശ്വത്തിൽ വിളിച്ചു വരുത്തി നമ്മൾക്ക് ആവശ്യമായ ആശ്വാസവും തെറ്റുതിരുത്തലും ഒക്കെ നൽകുന്നവർ. അതാണ് ഈ പാരാക്ലേസിസ്, ടു ബി കോൾഡ് ബിസൈഡ് ബൈ ദി സൈഡ് ഓഫ്. അപ്പൊ ക്രിസ്തുവിൽ നമുക്ക് അങ്ങനെ ഉണ്ട്. നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മളെ തിരുത്താനുള്ളതായിരിക്കുന്ന വകുപ്പുകൾ, അതിനുള്ളതായിരിക്കുന്ന പ്രൊവിഷൻസ് ക്രിസ്തുവിൽ ഉള്ളത് കൊണ്ട് പ്രബോധനത്തിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പ്രബോധനം പ്രാപിക്കാതെ പോകുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അങ്ങനെ അല്ലാതെ ചെയ്യേണ്ടതെന്ന് പറയാൻ ആളുണ്ടെങ്കിൽ പിന്നെ അപ്പൊ അങ്ങനെ നിങ്ങൾ പിന്നെ എന്താ എന്നെ ചെയ്ത് നിങ്ങൾ ചെയ്യാം, നിങ്ങൾ എന്നെ അധികം കാര്യം ഇഷ്ടമുള്ളവരെ ചെയ്യും എന്ന് പറയുന്ന മെന്റാലിറ്റി നമുക്ക്. അതിപ്പോ പരിശുദ്ധാത്മാവിനോട് നമ്മൾ അങ്ങനെ തന്നെ പറയും. പരിശുദ്ധാത്മാവ് അത് പോരാന്ന് പറഞ്ഞ ആര് പറഞ്ഞു പോരാന്ന്? ഞാൻ പറഞ്ഞു മതി എന്ന് പറയുന്ന ആണ്. നമ്മളങ്ങനെ കറക്ഷൻസ് സ്വീകരിക്കുന്ന ആളുകള് അല്ല. ഇപ്പൊ ക്രിസ്തുവിൽ നല്ല പ്രബോധനം ഉണ്ടെങ്കിൽ ധാരാളം പ്രബോധനങ്ങളുണ്ട്. കർത്താവിന്റെ കൂടെ നടന്നതായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നോക്കി അറിയാം എന്തോ ഒരു പ്രബോധനങ്ങളാണ് കർത്താവ് അവർക്ക് കൊടുത്തത്, എന്ത് ശാസനകളാണ് അവർക്ക് കൊടുത്തത്. അതെല്ലാം ഇന്നും നമുക്ക് ലഭ്യമാണ്. ചില ആളുകളെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. എനിക്ക് അനുഭവത്തിൽ മനസ്സിലായിട്ടുണ്ട്. ചില ആളുകളുടെ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചൂണ്ടിക്കാണിച്ചാൽ അവർ നമ്മുടെ ശത്രുക്കളായി, പിന്നെ അവർക്ക് ഇഷ്ടമേ അല്ല നമ്മൾ. അവരുടെ സ്വരം മാറും, ഇടപാട് മാറും, നമ്മോട് പിന്നെ വരുന്ന അടുക്കുകയില്ല, നമ്മോട് ഇടപെടുകയില്ല. കാരണം അവർ കറക്ഷൻസ് ഇഷ്ടപ്പെടുന്ന ആളുകള് അല്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാ, നമ്മളെ അനുമോദിക്കുന്ന ആളുകളല്ല. അനുമോദിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് അറിയാം? ഇതിനേക്കാൾ കൂടെ വളരുന്നില്ല, അതിലൂടെ അവൻ പ്രൈസ് കൊടുത്തേക്കാന്ന് പറയും. അവന് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് നന്നായിരിക്കും ബെസ്റ്റാന്ന് പറഞ്ഞു പിന്നെ അത് എന്തോടെ എഴുതി വെച്ചിരിക്കുന്ന പൊട്ടത്തിന് കൊണ്ട് കറക്റ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞെങ്കിൽ എന്നെ ചെയ്യത്തുള്ളൂ. നമ്മളത് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. നമ്മൾ ആദ്യമൊക്കെ എഴുതുമ്പോ ഒരു ശകലമൊക്കെ പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എഴുതിക്കൊണ്ട് വന്നത് മുഴുവനും അങ്ങ് ചുവന്ന വശി കൊണ്ട് വരച്ചൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതിയില്ല. അപ്പൊ അതിന് അത്യാവശ്യമൊക്കെ വേണം. എന്റെ മലയാളം പ്രൊഫസർ ആയിരുന്നു പുത്തൻകാവ് മാത്തൻ മഹാകവി. ആണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. അപ്പോ പുത്തൻകാവ് മാത്തൻ തരകൻ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം 12 വയസ്സുള്ളപ്പോ സൈമൺ സാർ അന്ന് മഹാകവിയൊക്കെയായി വലിയ ആളായിട്ടിരിക്കുന്ന ഒരു കാലമാണ്. മാത്തൻ തരകൻ സാർ ആദ്യമായിട്ട് തന്റെ ജീവിതത്തിൽ എഴുതിയ ഒരു കവിതയും കൊണ്ട് സൈമൺ സാറിനടുക്ക് ചെന്നു. ഒന്ന് കറക്റ്റ് ചെയ്ത് തരാമെന്ന് ചോദിക്കാൻ പേടിച്ചാ ചെന്നത്. അങ്ങനെ ചെന്ന് കൊണ്ട് കൊടുത്തു. സൈമൺ സാർ അത് വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെ 1-2 ചുമന്ന മാർക്കൊക്കെ ഇട്ടിട്ട് പറഞ്ഞു വെരി ഗുഡ് എക്സലന്റ് എന്ന് പറഞ്ഞു. മാത്തൻ തരകൻ സാറ് പറഞ്ഞു ഇതുപോലെ സന്തോഷം. അപ്പം സൈമൺ സാറിന്റെ ഒരു 10-12 ശിഷ്യന്മാരുണ്ട്. അവരത് വാങ്ങിച്ചൊന്ന് വായിച്ചിട്ട് അവര് പറയും ഇതാണോ എക്സലന്റ്? അതൊന്നും പറഞ്ഞില്ല. സാർ എക്സലന്റ് പറഞ്ഞതല്ലേ.
മാത്തന്തരൻ സാർ പോയി കഴിഞ്ഞപ്പോ സൈമൺ സാറിന് ചോദിച്ചു, സാർ അത് വായിച്ചായിരുന്നു സാർ എന്ന് ചോദിച്ചു ശിഷ്യന്മാര്. സാർ അത് വായിച്ചായിരുന്നു, സാറ് തെറ്റൊന്നും കണ്ടിട്ട് ചേടാ, അവൻ ആദ്യമായിട്ട് അവന്റെ ജീവിതത്തിൽ കവിത എഴുതി കൊടുത്തതാ. ഞാനത് മുഴുവൻ 1 വർഷം കൊണ്ട് വരച്ച് നെടിയും കുരു വരച്ച് ഇതാന്നോ കവിത, നീ പോയി കവിത എഴുതാ പഠിക്കെന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പിന്നെ അവൻ കവിത എഴുതും. അപ്പോ മഹാകവി മാത്തന്തരവൻ പറഞ്ഞത് താൻ്റെ ഒരു മഹാകവിയായി തീരാൻ കാരണം സൈമൺ സാറിന്റെ ബുദ്ധിപരമായിരിക്കുന്ന അപ്രോച്ചാണ്. പക്ഷെ എന്നും ജീവിതത്തിൽ അങ്ങനെ തന്നെ സൈമൺ സാറ് മാത്തന്തരനോട് പറഞ്ഞിരുന്നെങ്കിൽ മാത്തന്തരവൻ എഴുതുന്നതെല്ലാം എന്നും എങ്ങനെയായിരിക്കും? തെറ്റുകൾ ഒരു സമാഹാരമായിരിക്കും. അത് നമുക്ക് ഒന്നുമില്ല. തെറ്റുകൾ തിരുത്താനായിട്ടുള്ളത് ഒരു മനസ്സ് നമുക്ക് അത് ഇല്ലാതെ ഒക്കുകയില്ല. അപ്പൊ പ്രബോധനങ്ങൾ വളരെ നല്ലതാണ്. പിന്നെ പറഞ്ഞ ആശ്വാസം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന അതുപോലെ ഒരു വാരാമുത്തിയോൻ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പീഡനത്തിലും വേദനയിലും ഇരിക്കുന്ന ആളുകളുടെ അടുക്കൽ ദൈവം വന്ന് പറയുന്ന ആശ്വാസ വാക്കുകളാണ്. അതാണ് അവിടെ ആശ്വാസം എന്ന് പറയുന്നത്. വളരെ പീഡനത്തിലും കഷ്ടതയിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ, തീക്കുണ്ടത്തിൽ കിടന്നതായിരിക്കുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ആളുകളുടെ അടുക്കൽ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞ വാക്കുകൾ, അതൊക്കെ ആശ്വാസത്തിന്റെ വാക്കുകളാണ്. ദാനിയേലിനോട് പറഞ്ഞ വാക്കുകൾ, അതുപോലെയുള്ള വാക്കുകൾ, അത് ക്രിസ്തുവിനുണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് വേദനയും നമുക്ക് പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് ആശ്വാസം പറഞ്ഞു തരാൻ മതിയായ കാര്യങ്ങളെല്ലാം കർത്താവിന്റെ പക്കലുണ്ട്. പിന്നെ എന്തിനാ നാം ഇങ്ങനെ വേദനിച്ചിരിക്കുന്നത്? പിന്നെ എന്തിനാ വേദനിച്ചിരിക്കുന്നത്? ഒരു ആവശ്യവുമില്ല, വേദനിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു നല്ല വാക്കാണ്. പിന്നെ ആത്മാവിൽ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, കൂട്ടായ്മയ്ക്ക് നമുക്കറിയാം കൊയിനോനിയ എന്ന വാക്കാണ്. ആ വാക്കിന്റെ ശരിയായ അർത്ഥം പാർട്ട്ണർഷിപ്പ് എന്നാണ്. പാർട്ട്ണർഷിപ്പ്, കർത്താവുമായി നമുക്ക് പങ്കാളിത്തമുണ്ട്, ബിസിനസ് പങ്കാളിത്തമുണ്ട്, വേലയിൽ പങ്കാളിത്തമുണ്ട്. ഷെയറിങ് എന്നാണ് വാക്കിന്റെ അർത്ഥം. ആദ്യകാല വിശ്വാസ സമൂഹത്തിലെ ഒരു പ്രത്യേകതയായിരുന്ന പറയുന്നത്, ഓരോരുത്തരുടെ കയ്യിലുള്ളതൊന്നും അവന്റെ ആണെന്ന് അവർ പറയാതെ അതെല്ലാം പൊതുവകയാണെന്ന് അവർ എണ്ണിയിരുന്നു. അങ്ങനെയാണ്. ഭൂസ്വത്തുക്കളും സാധനങ്ങളും ഉള്ളവരാരും തങ്ങളുടേതെന്ന് പറഞ്ഞില്ല. തങ്ങളുടേതായിരുന്നു. കരമടച്ചതൊക്കെ അവരും അവരുടെ പേരിലുമാണ്. പക്ഷെ കരമടച്ച അവരുടെ പേരിലാണെങ്കിൽ എന്റെ ആണെന്ന് അവർ പറഞ്ഞില്ല, നമ്മുടെ ആണെന്ന് അവർ പറഞ്ഞില്ല. ഇത് നമ്മുടെയാണ്. അതാണ് കൂട്ടായ്മ എന്ന് പറഞ്ഞ. കർത്താവിന് ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഉടമയാണ് കർത്താവ്. ഒരുപാട് സാധ്യതകളുടെയും ഒരുപാട് കഴിവുകളുടെയും ഒരുപാട് സ്വത്തുക്കളുടെയും ഉടമയാണ് കർത്താവ്. എന്നാൽ ആ ഉടമ അതെല്ലാം കർത്താവ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നവരാണ്. കൊയിനോനിയ, ഒരു പങ്കാളിത്തത്തിലാണ്. നമ്മൾ അങ്ങനെ പറയണം. വളരെ അത്യാവശ്യത്തിന് നമ്മളെ കർത്താവിൻ്റെ അടുക്ക്, നിങ്ങൾ അങ്ങനെ അത്യാവശ്യങ്ങൾ വന്നവരാണെന്ന് എനിക്കറിയില്ലായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ കർത്താവിൻ്റെ അടുക്കെ ചെന്ന് മുട്ട് കുത്തിയിട്ട് ഞാൻ ചിലപ്പോൾ പറയും, കർത്താവ് നിന്റെ അടുക്കിരിക്കുന്ന കോടിക്കണക്കിന് നോട്ട് കെട്ടുണ്ടല്ലോ, അത് രണ്ടുമൂന്നും പറക്കില്ലേ, അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവിടെ വെച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അതേ രണ്ടു മൂന്ന് നോട്ടിന് ഒരാൾ കെട്ടിച്ചോണ്ട് വലിച്ചെറിയാൻ വയ്യോ? എന്നിട്ട് അങ്ങനെ അറിയണ്ട, എന്റെ അത്യാവശ്യത്തിനുള്ളത് തന്നാ മതി, അതിൻ്റെ അകത്തുനിന്ന് രണ്ടുമൂന്ന് എടുത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? റിസർവ് ബാങ്കിന്റെ ഗവർണർക്ക് അവിടെ ഒരു പുതിയ നോട്ട് അടുക്കി വെച്ചിരിക്കുന്നതായിരിക്കുന്ന വലിയൊരു ഗോഡൌണുകളുണ്ട്, ഓരോ ഇനത്തിൽപ്പെട്ട നോട്ടുകളും, അല്ലേ? അത് അദ്ദേഹത്തിന്റെ വകയല്ല, അദ്ദേഹത്തെ ജോലിക്കാരനാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോലിക്കാരനല്ല, പിന്നെ അതിനുടയവനാണ്. അപ്പൊ കർത്താവ് ഇഷ്ടമാണെങ്കിൽ അതിലൊരു 10 നോട്ട് 1,00,000 രൂപയുടെ വീതം എടുത്ത് കൊണ്ടുപോകും എന്ന് പറയാനായിട്ട് അവർക്ക് കഴിയും. അതാണ് കർത്താവിന്റെ അടുക്കൽ ഉണ്ടെന്ന് പറയുന്നത്. ആ കൂട്ടായ്മയാണ്. കർത്താവ് ആവശ്യങ്ങൾ വരുമ്പോ അങ്ങനെ തരുന്നയാളാണ്. അത് അനുഭവിച്ചവർക്കേ അതറിയാനൊക്കെ കേട്ടോ. കർത്താവ് അങ്ങനെയൊക്കെ അനുഭവിച്ചവർക്കേ അതറിയാൻ. എന്റെ ഒരു സ്നേഹിതന്റെ ജ്യേഷ്ഠന് ബെർലായിക്ക് വേണ്ടി ജോലി ചെയ്ത ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അദ്ദേഹത്തിന്റെ കണക്കുകൾ നോക്കുന്ന 100 കണക്കിന് അക്കൗണ്ടന്മാരുണ്ട്. അതൊരു അക്കൗണ്ടന്റാ. എന്റെ സ്നേഹിതൻ പറഞ്ഞു, അവനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റാ, എന്റെ ചേട്ടനും ചാർട്ടേഡ് അക്കൗണ്ടന്റാ. അപ്പൊ അവരുടെ വീട്ടിൽ 3-4 പേരുണ്ട്, എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടന്മാരാ. അപ്പൊ അവൻ പറഞ്ഞു, ഇങ്ങനെ ബെർല മീറ്റിംഗ് വിളിച്ചു വിട്ടു, ആണ്ട് 2-3 പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു വിട്ടു. ഒരുപാട് ബെർലായിക്ക് എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം കമ്പനികളാണ് ബെർലായിക്കുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാ കമ്പനികളുടെയും ആളുകൾ വരും. 10-200 സിഎക്കാര് അവർ വന്നിരിക്കുകയാണ്. ബെർലായിക്ക് കണക്കൊന്നും വേണ്ടെന്നാ പറയുന്നത്. ഒരു കണക്കും പറയശ്ശേരി സിമെന്റ്, ബെർല സിമെന്റ് കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷൻ എത്ര ഉണ്ടായിരുന്നു, എത്ര കോടി വിറ്റു, എത്ര കോടി ലാഭമുണ്ട്, ബെർല ഒരു കണക്കും നോക്കില്ല. അവരെ സിഎക്കാരൻ പറയും, അങ്ങനെ എത്രയാ, ശരിയല്ലടാ എന്ന് പറയും. ശരിയല്ല, അത് കൂടുതലുണ്ടായിരുന്നു പറയും. എത്ര ഉണ്ടായിരുന്നു ബെർല പറയും. അത്ര അറിവുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ബെർലായിക്ക് അതറിയാമെങ്കിൽ കർത്താവെന്നായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട്, ലാഭം എല്ലാം കഴിഞ്ഞിട്ട് ബെർല പോകുമ്പോഴ് വലിയൊരു പെട്ടിയുടെ തുറന്നിട്ട്
അന്നത്തെ കാലത്ത് 2000-ന്റെ നോട്ടോ 1000-ന്റെ നോട്ടോ എത്താന്ന് എനിക്കറിയില്ല. അതായത് 4-5 കെട്ട് വീതം എടുത്ത് ഇങ്ങനെ ഓരോരുത്തരും എറിഞ്ഞു. എല്ലാവരും സൂട്ടിട്ട് വേണമെന്ന് നടക്കും. ഇതിനകത്താണ് സ്റ്റാക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടത്. കോട്ടിന്റെ പോക്കറ്റിൽ എല്ലാം നിറച്ച് നോട്ടുകളാണ്. എല്ലാവർക്കും 4-5 കെട്ടെടുത്ത് വെച്ചു. 5-6 ലക്ഷം രൂപ. എന്നിട്ട് പോലെ അടുത്ത പ്രാവശ്യത്തെ കണക്ക് വരുമ്പോൾ നമുക്ക് ഈ ലാഭം പോരാ. ഈ പ്രാവശ്യം 40% 50% ആക്കണം. കണക്കെല്ലാം നിങ്ങൾ എഴുതിക്കണം. കള്ളക്കണക്കെല്ലാം എഴുതിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ബെർള തന്റെ ലാഭവിഹിതം ഇങ്ങനെയാണ് തന്റെ തൊഴിലാളികളുമായിട്ട് പങ്കുവയ്ക്കുന്നതെങ്കിൽ നമ്മുടെ കർത്താവ് തന്റെ ലാഭവിഹിതം കർത്താവിന്റെ മക്കളുമായിട്ട് എങ്ങനെയായിരിക്കും പങ്കുവയ്ക്കുന്നത്? പക്ഷെ നമ്മളിന് പോകാറില്ല. നമ്മൾ ആ മീറ്റിംഗ് വിളിച്ചാൽ പോകാറില്ല. നമ്മൾ കർത്താവിനെ അങ്ങനെ കണ്ടിട്ടില്ല. കർത്താവിന്റെ സ്വത്തുകാരനായിട്ട് കണ്ടിട്ടില്ല. കർത്താവിന്റെ മക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. കൊയിനോനിയ നമ്മളുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ്. കർത്താവിന്റെ എല്ലാ ബിസിനസ്സിലും നമ്മൾ പാർട്ട്ണർഷിപ്പാണ്. ആണോ നമ്മൾ നിശ്ചയിക്കണം. കർത്താവിന്റെ ഓരോ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? രാത്രി പകലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓരോ വേലക്കാരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവിന്റെ ഓരോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവിന്റെ ഓരോ പ്രായമായവർക്ക്, ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടേ ഉള്ളു പാർട്ട്ണർഷിപ്പ്. ഞാനും എന്റേതും എന്റെ പിള്ളേരും ഭാര്യയും ആമേൻ എന്ന് പറയുന്നവർക്ക് പാർട്ട്ണർഷിപ്പ് ഇല്ല. അപ്പൊ ക്രിസ്തുവിൽ ഉണ്ടെന്നേ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെയാണ് പറയുന്നത് ആർദ്രതയും മനസ്സലിവും. ഒരു നല്ല വാക്കാണ്. സ്പ്ലാങ്കന എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിൽ നിന്നാണ് ഈ സ്പ്ലീൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളൊരു ഭാഗമുണ്ട്. സ്പ്ലീൻ അറിയാമോ? സ്പ്ലീന് നമ്മുടെ ശരീരത്തിലെ രക്തം മുഴുവനും ആ സ്പ്ലീനിന്റെ അവിടെയാ സ്റ്റോർ ചെയ്യുന്ന രക്തം. അത് പൊട്ടിയാൽ മുഴുവൻ മാറും, നമ്മൾ ചത്തു. ജീവന്റെ രഹസ്യം അവിടെയാ വെച്ചിരിക്കുന്നത്. അതേ വാക്കാണ് ഈ ആർദ്രതയ്ക്കും മനസ്സലിവിനും. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമായതെല്ലാം തരാൻ തക്കവണ്ണം കർത്താവിന്റെ സ്പ്ലീൻ അവിടെയുണ്ട്. അത് നിറച്ചിരിക്കുക. സ്പ്ലീൻ രക്തം കൂടിയാൽ ഡോക്ടർക്ക് ചെന്നിട്ട് അവർ എടുത്തു കളയും. 1 രൂപ 2 രൂപയൊക്കെ എടുത്തു കളയും. കർത്താവിന് എടുത്തു കളയേണ്ട ആവശ്യമില്ല. കാരണം കൊടുത്തോണ്ടിരിക്കുക. കർത്താവിന്റെ ആർദ്രതയുടെ ഓർഗൻ അങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നമുക്കെല്ലാം അതിന് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുക. എത്ര മനോഹരമായ പിക്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത് അറിയാമോ? അപ്പോ ഇങ്ങനെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് പൗലോസ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങളോട് പറഞ്ഞു. ചെറിയ വേണ്ട, എന്റെ സന്തോഷം പൂർണ്ണമാക്കും. സന്തോഷം പൂർണ്ണമാക്കണം. എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ വാങ്ങി നമ്മുടെ പാത്രം നിറയ്ക്കണം. എന്നിട്ട് പൗലോസ് വരുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് പകർന്ന് പൗലോസിനും കുറച്ച് കൊടുക്കണം. അതാണ് നമ്മുടെ പാത്രം ആദ്യം നിറയ്ക്കണം. കർത്താവിന്റെ പാത്രത്തിൽ എല്ലാം നിറച്ചുണ്ട്. നമ്മളൊക്കെ എന്നാ മതി, അത് നിറച്ചു തരും. എന്നിട്ട് പൗലോസ് വരുമ്പോ എന്ത് ചെയ്യണം? പൗലോസ്, ഞാൻ ഇന്നലെ കർത്താവിനൊക്കെ പോയിരുന്നു കേട്ടോ. എല്ലാം ഞാൻ പോയിട്ട് ഒരുപാട് പ്രബോധനവും ആശ്വാസവും കൂട്ടായ്മയും മനസ്സിലും എല്ലാം ഞാൻ പ്രാപിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് കൊണ്ടുപോണേ. നമ്മുടെ വിശ്വാസികളെ നൽകി എന്നാൽ ആരും ഒന്നും പറയില്ല. അവരുടെ പ്രബോധനവും ഇല്ല, അവരുടെ ആശ്വാസവും ഇല്ല, അവരുടെ കൂട്ടായ്മയും ഇല്ല, അവരുടെ മനസ്സിലും ഇല്ല. കുറെ പരാതികളുണ്ട്. വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. അവർ എന്തോ തേഞ്ഞോട് കയറി വന്നത് ഇപ്പോഴേ എന്തോ കാട്ടാനാണ് എന്ന് പറഞ്ഞു. നമുക്കൊന്നും കൊടുക്കാനില്ല. ആരെയും ആശ്വസിപ്പിക്കാനൊന്നുമില്ല. ആരും അവരുടെ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയേയില്ല. നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ അവരോട് പറയുകയില്ല. പക്ഷെ കർത്താവിന്റെ അടുക്കൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മുടെ സ്വന്തമാക്കണമെന്നാണ് പറഞ്ഞത്. സ്വായത്തവൽക്കരിക്കണം. ഇതെല്ലാം ഉള്ളത് കൊണ്ട് സ്വായത്തവൽക്കരിക്കണം. അപ്പന്റെ ബാങ്കിൽ കാശുണ്ടെന്ന് പറഞ്ഞോണ്ട് മോന് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഒന്നീ മോന് ചെക്ക് എഴുതി കൊടുക്കണം, അല്ലേ മോന് ചെക്ക് അവിടുന്ന് കാശാക്കാനുള്ളതായിരിക്കുന്ന പവർ പറ്റോണ്ട് എന്താണ് ആവശ്യമായത് കൊടുക്കണം. അല്ലെ എന്റെ അപ്പനുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ഒരു പ്രയോജനമില്ല. ചില ധനവാന്മാരായ അപ്പന്മാരുടെ മക്കളെ തെറ്റിയാ ജീവിക്കുന്നത്. ഈയിടെ എന്നോട് ഒരാൾ പറഞ്ഞു, വലിയൊരു ധനവാനായ മനുഷ്യന് വേണ്ടിയാ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയാൻ കപ്പലുകൾ വാങ്ങുക. മനുഷ്യന് വേണ്ടി 2000 കോടി 1000 കോടിയിലൊക്കെ കപ്പൽ വാങ്ങി കൊടുക്കുകയാണ് ഈ നമ്മുടെ സഹോദരനാ. ആ സഹോദരന്റെ ജോലി എന്ന് പറയും. അപ്പൊ മാസത്തിലൊരു കപ്പലൊക്കെ വാങ്ങിക്കൊടുക്കും. അദ്ദേഹം പോയി ദുബൈയിലോ എവിടേക്കോ പോയിട്ട് ഈ പുതിയ കപ്പലല്ല, യൂസ്ഡ് കപ്പല്, നല്ല കണ്ടീഷനിലെ കപ്പലുകൾ പോയി നോക്കി വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ ആ മനുഷ്യൻ ഒരു മോനേ ഉള്ളൂ. അവൻ ഏതാണ്ട് വേറൊരു കമ്പനിയിൽ എങ്ങാണ്ട് ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇയാളുടെ കമ്പനിയില് ഇതുപോലെയുള്ളതായിരിക്കുന്ന ജോലിക്കാരുണ്ട്. 5 ലക്ഷം 6 ലക്ഷം മാസം ശമ്പളം കൊടുക്കുന്ന അവൻ പോയി എവിടെയോ 25,000-30,000 രൂപയ്ക്ക് ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. എന്നിട്ട് ഇയാളുടെ പറഞ്ഞു കൊടുക്കില്ല. ഞാൻ അവനൊന്നും കഴിവില്ല, അവന് പണം കൊടുത്ത് അവനൊന്നും ഉപയോഗിക്കാൻ അറിയില്ലല്ലോ. അപ്പനുണ്ടായിട്ട് എന്നെ പ്രയോജനം? മോന് കൊടുക്കണ്ടേ? ഇവിടെ പ്രശ്നം അതല്ല. നമ്മുടെ അപ്പച്ചനുണ്ട്, നമ്മുടെ സ്വർഗീയ കർത്താവിനെ പിതാവിനെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? എനിക്ക് ഇതിന്റെ ഒന്നും വേണ്ട, എനിക്ക് ഇതിന്റെ ഒന്നും, ഞാൻ നോക്കിട്ട് ജീവിക്കാമോ, എന്റെ സഹായം ഇല്ലാതെ എന്ന് പറയുന്ന ആളുകളാണ് നമ്മള്.
ദൈവത്തിന്റെ സമ്പന്നതയിൽ നാം പങ്കാളികളാണ്. ദൈവത്തിന്റെ ആശ്വാസത്തിൽ നാം പങ്കാളികളാണ്. ദൈവത്തിന്റെ പ്രബോധനത്തിൽ നാം പങ്കാളികളാണ്. ദൈവത്തിന്റെ ആർദ്രതയും മനസ്സരിവും നമ്മൾ പങ്കാളികളാണ്. എന്നാ നിങ്ങൾ അടുത്ത കാലത്ത് ദൈവത്തിന്റെ ആർദ്രതയും മനസ്സരിവും അനുഭവിച്ചത്? ഞങ്ങൾ ഒരുപാട് ആർദ്രതയും ദൈവത്തിന്റെ മനസ്സരിവും അനുഭവിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാന്ന് പറയട്ടെ. അതുകൊണ്ട് മാത്രം ജീവിക്കുന്നത്, വേറെ ഒന്നുകൊണ്ട് ജീവിക്കുന്നവർ. അത് ദൈവം കാണിക്കുന്ന വഴികളൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് തന്നെ അതിശയം വരും. എങ്ങനെ ദൈവം ഇതൊക്കെ ചെയ്യുന്നു? ചിലപ്പോൾ ദൈവത്തോടിരുന്ന് വർത്താനമൊക്കെ പറയും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ദൈവത്തോട് കോപിക്കും, ചില ദൈവത്തോട് നമ്മളങ്ങനെ പറയും നിന്നെ സേവിക്കാൻ ഇറങ്ങിയതിന് ശേഷം ഒരു ഗുണമില്ല, നീ ഇങ്ങനെയാണെന്ന് എന്നോട് പെരുമാറുന്നത്, എന്തായാലും ഞാൻ നിന്നെ സേവിക്കില്ലെന്നൊക്കെ ചിലപ്പോൾ പറയും. നമ്മൾ ബുദ്ധിമുട്ടില്ല. എന്നിട്ട് വേണം ക്ഷമിക്കണം എന്ന് പറയാൻ. ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു പോയതാ കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ കെട്ടെല്ലാം ഇങ്ങോട്ട് വെച്ച് തന്നെ ഞാൻ വേറെങ്ങും പോയി കടമാങ്ങാതെ അതിലൊരു കെട്ട അങ്ങനെയൊക്കെയാ ദൈവം ചെയ്യുന്നത്. തമാശ പറയല്ല, സത്യമായിട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് പറഞ്ഞത് ഇതാണ്, ക്രിസ്തുവിൽ ലഭ്യമായ സാധ്യതകളെ നാം യാഥാർത്ഥ്യവൽക്കരിക്കണം. രണ്ടാമത് പൗലോസ് പറയുന്നത് എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വങ്ങളും സാധ്യതകളെയും നാം യാഥാർത്ഥ്യവൽക്കരിക്കണം. നമ്മുടെ ഉത്തരവാദിത്വങ്ങളെയും സാധ്യതകളെയും, എന്താ നമ്മുടെ ഉത്തരവാദിത്വ സാധ്യതയും? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക. അത് നമുക്കുള്ളതായിരിക്കുന്ന സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്, ഉത്തരവാദിത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏക മനസ്സുണ്ടാകണമെന്ന് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏകസ്നേഹം വേണമെന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഐകമത്യപ്പെടണമെന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏകഭാവം ഉള്ളവരാകണമെന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളിങ്ങനെ 10 പേരേ ഉള്ള, 25 പേരേ ഉള്ളൂ, 30 അഭിപ്രായമാണ്, 30 താല്പര്യമാണ്. നമുക്ക് അങ്ങനെ മെച്ചപ്പെടാൻ നോക്കുമോ? നാളെ നമുക്ക് ഉപദേശി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശി പ്രാർത്ഥിക്കുന്ന ജോലിയൊന്നുമില്ല. ഏക അഭിപ്രായമാണോ? സഹോദരന്മാർ സുവിശേഷ വിലയ്ക്ക് വന്ന് പറയാം, സുവിശേഷ വില എപ്പോഴും സുവിശേഷ വില ഞാനില്ല, എന്നെ കൊടുക്കും. ഏക അഭിപ്രായമാണോ? ക്യാമ്പ് വരിക, എല്ലാവരും ഒരു മാസത്തെ ശമ്പളം പിന്നെ ക്യാമ്പിന് കൊടുക്കണം. പിന്നെ ഒരു മാസത്തെ ശമ്പളം കഷ്ടപ്പെട്ട് അധ്വാനിക്ക് നിങ്ങൾക്ക് ഓരോ ആശയം കൊണ്ട് വന്നിരിക്കും. മുടിയാൻ പിന്നെ വേറെ വഴിയൊന്നും വേണം. കൊടുക്കൂല. അപ്പൊ പൗലോസ് പറയുന്നത് അങ്ങനെ നമുക്ക് ജീവിക്കാൻ നോക്കില്ലെന്ന്. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ സാധ്യതകളെ നമ്മൾ ഒരിക്കലും യാഥാർത്ഥ്യവൽക്കരിക്കുകയില്ല. ഏക മനസ്സെന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫ്രോനേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏക ചിന്തയുള്ളവരാകുമെന്ന്. തിങ്ക് ദ സെയിം തോട്ട്, ഹാവ് ദ സെയിം വാല്യൂ, ഹാവ് ദ സെയിം പ്രയോറിറ്റി. ഒരേ ചിന്തകളും ഒരേ മൂല്യങ്ങളും ഒരേ മുൻഗണനകളും അതിനാ ഈ പറയുന്നത് ഏക മനസ്സെന്ന് പറയും. മനസ്സ് എന്ന് പറയുന്നതിന് 3 കാര്യമാണ് ഉള്ളത്. നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കില്ലേ? ചെറുക്കൻ്റെ കല്യാണത്തിൽ പറയുന്നത് നിനക്ക് മനസ്സുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സായോ എന്ന് ടീച്ചർ ചോദിക്കില്ല, മനസ്സായോടാ എന്ന് ചോദിക്കില്ലേ? ചോദിക്കും. ഡോക്ടറുടെ ചില പറയുന്നത് ഡോക്ടറെ 3-4 ദിവസമായിട്ട് എന്റെ മനസ്സിന് യാതൊരു സുഖവും ഇല്ല, ഉറങ്ങുന്നുമില്ല ഞാൻ. അപ്പൊ ഈ 3 സമയത്തും മനസ്സെന്ന് പറഞ്ഞ ഒരു അർത്ഥമാണോ? അല്ല. മനസ്സെന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മതം എന്നുള്ള അർത്ഥമുണ്ട്, നമ്മുടെ ചിന്ത എന്നുള്ള അർത്ഥമുണ്ട്. മനസ്സിലായെന്ന് ചോദിച്ചാൽ ബുദ്ധി ഉൾക്കൊണ്ടോ? നമ്മുടെ വികാരം, മനസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വൈകാരികമായി ഞാൻ വളരെ അസ്വസ്ഥനാണ്, എനിക്കിറങ്ങാൻ ഉറക്കം വരുന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ഏക മനസ്സുള്ളവരാകണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഏക ചിന്തയുള്ളവരാകണം. നിങ്ങൾ ഏക ചിന്തയുള്ളവരാകണം. ഒരാൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ ചിന്തിക്കരുത്. ഒരൊറ്റ ചിന്ത. ഒരു സഭയിലുള്ള വിശ്വാസികൾക്കെല്ലാം ഒറ്റ ചിന്തയാണ് എത്ര നല്ലതാണ്. ആത്മാക്കൾ രക്ഷിക്കപ്പെടും. ഒറ്റ ചിന്തയുള്ള സഭയിൽ എല്ലാവർക്കും ഒറ്റ ചിന്തയുള്ളൂ, ആത്മാക്കൾ രക്ഷിക്കപ്പെടും. 30 പേരുള്ളതും 30 പേരും ആത്മാക്കൾ രക്ഷിക്കപ്പെടുമെന്നാണോ ചിന്തിക്കുന്നത്? ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ സഭയിൽ ഒരാൾ വരുന്ന പോലും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. ഇത്രയൊക്കെ മതി, ഇനി ശല്യം വലിച്ച് കയറ്റേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് ആളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രോബ്ലം. പീപ്പിൾ മീൻസ് പ്രോബ്ലം. ഒരാളോട് വന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം കൂടെ വന്നു. അപ്പൊ ആളുകളെല്ലാം ഇല്ലാതെയായി കെട്ടിടം മാത്രമായ പ്രോബ്ലം ഒന്നുമില്ല. ജലന്തിയും പിന്നെ എന്താ വാവിലും ഒക്കെ അത് വേറെ പ്രോബ്ലം. മനുഷ്യന്റെ പ്രോബ്ലം ഒന്നും കാണുകയില്ല. അപ്പൊ പൗലോസ് പറഞ്ഞു നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ സാധ്യതകളും ഏക സ്നേഹം കൊണ്ട്, അകപ്പാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏക സ്നേഹം കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ത്യാഗപൂർണമായി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ചിന്താശൈലി. സഭയിലുള്ള എല്ലാവർക്കും ഒരു ചിന്തയേ ഉള്ളൂ, മറ്റേ സഹോദരന് എങ്ങനെ നന്മ വരും, സഹോദരിക്ക് എങ്ങനെ നന്മ വരും. അതാണ് അഗാപ്പെ. നിങ്ങളെല്ലാവരും അഗാപ്പെ കൊണ്ട് നിറയണം. നമുക്ക് അങ്ങനെയൊന്നും ഉള്ള ചിന്താശൈലികളൊന്നുമില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്നത് തന്നെ, സ്വന്തം കാര്യം സിന്ദാബാദ്. പിന്നെ ഒരു സഭയായിട്ടൊക്കെ അല്ലേ, അപ്പൊ പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, വേണം. ഏക സ്നേഹം പൂണ്ടെന്ന് പറഞ്ഞാൽ ത്യാഗപൂർണമായ കരുതലുള്ളവരായി ഒരുപോലെ കരുതുക എന്നാ. എല്ലാവരെയും ഒരുപോലെ കരുതുക.
പിന്നെ പറഞ്ഞു ഐകമത്യപ്പെട്ടിട്ടെന്ന് പറഞ്ഞു. ആ വാക്കിന്റെ അർത്ഥം ഷെയറിംഗ് ദ സെയിം ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരേ സ്വത്വമുള്ളവരായി, ഒരേ അഭിപ്രായമുള്ളവരായിട്ട്. അതാണ് ഐകമത്യപ്പെടുന്നത്. നമ്മുടെ മലയാളത്തിലും അങ്ങനെ ഐകമത്യപ്പെട്ടു. ഐക്യം എന്ന് പറഞ്ഞാൽ ഏകമെന്ന് വാക്കുന്ന വരാ, ഏക. മത്യപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ഒരേ ചിന്തയുള്ളവരായി, ഒരേ അഭിപ്രായമുള്ളവരായി. ഒരു ക്ലാസ് വന്നിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും ഒരേ അഭിപ്രായം എഴുതുമെന്ന് വിചാരിച്ചോ. എല്ലാവരുടെയും ഒരേ അഭിപ്രായം. 50 പേരുണ്ട്, 50 പേരുടെ ഒരേ അഭിപ്രായം. എന്തൊരു അതിശയമായിരിക്കും ഇല്ലയോ? ഇത് രണ്ടുപേരേ ഉള്ളു, ഭാര്യയും ഭർത്താവും. അവര് തമ്മിലൊരു അഭിപ്രായം പറയണമെങ്കിൽ എന്തൊരു പ്രയാസം, ഒരേ അഭിപ്രായം. മീൻ വാങ്ങിച്ചിട്ട് വെച്ച് ഭർത്താവ് ഭാര്യ എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത. ഭർത്താവിന് വറക്കണം, ഭാര്യയ്ക്ക് കറി വെക്കണം. പിന്നെ എങ്ങനെയാ വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വേണ്ടി ഒരെണ്ണടുത്ത് കറി വെക്കും, ഭാര്യയ്ക്ക് വേണ്ടി ഒരെണ്ണെടുത്ത് വറക്കും. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ നോക്കുവോ? അതാണോ കർത്താവ് പറഞ്ഞത്? തന്റെ കർത്താവ് പറഞ്ഞത്. ഒരേ മതമാണ് വേണ്ടത്, ഐകമത്യം, ഒരേ അഭിപ്രായമാണ്, ഒരേ ചിന്തയാണ് വേണ്ടത്. ഷെയറിംഗ് ദ സെയിം ഐഡന്റിറ്റി വിത്ത് ക്രൈസ്റ്റ്. ഒരേ ആത്മാവുള്ളവരായി, ഒരേ അഭിപ്രായമുള്ളവരായി. എന്നിട്ട് പറഞ്ഞു ഏകഭാവമുള്ളവരായി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോണോ ന്യൂവാൻഡസ് എന്ന് പറഞ്ഞ വാക്കിന് ഏക വികാരമുള്ളവരായി. ഏക വികാരം. കോപമായാലും നിരാശയായാലും സന്തോഷമായാലും എല്ലാവർക്കും ഒരേ അഭിപ്രായം. ഒരാൾക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരേ അഭിപ്രായം. അയ്യോ കർത്താവേ. ഒരാൾ മരിച്ചത് കേട്ട് ഒരേ ചിന്തയാണ്. എല്ലാവരും മുഖത്ത് ദുഃഖമാണ്. ഒരു കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന എല്ലാവർക്കും ചിരി, ഭയങ്കര സന്തോഷം. എല്ലാവർക്കും മോളെ നന്നായി ചെയ്യും, നന്നായി ചെയ്യും, ദൈവം തന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ ഇരിക്കും. ഫസ്റ്റ് ക്ലാസ് കിട്ടി, ഞാൻ കോപ്പി അടിച്ച് വാങ്ങിച്ചില്ലേ. കൊച്ചു കഴിച്ചപ്പോഴും വിളിച്ചിട്ട് ഒരാൾ ചുമ്മാ കോപ്പി അടിച്ച് വാങ്ങി എന്തെങ്കിലും അവർ പറയും. അങ്ങനെയാ നമ്മുടെ ആളുകൾ. മറ്റുള്ളവരെ അനുമോദിക്കാൻ നമുക്ക് സാധിക്കില്ല. മറ്റുള്ള സന്തോഷത്തിൽ കർത്താവ് പറഞ്ഞു അല്ലേ, വലിയ പൗലോസ് പറഞ്ഞു, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ ഒരേ ഭാവമുള്ളവരാണ്. ഏകഭാവം എന്ന് പറഞ്ഞാൽ അതാ. ഇത് പകുതി പേര് കരയും, പകുതി പേര് സന്തോഷിക്കുകയും ചെയ്യും. അവർ കരയുന്ന കരച്ചിൽ കണ്ട് എന്തൊരു സന്തോഷം വരുന്നറിയാം. മോനെ നിനക്ക് നന്നായിട്ട് കരയാൻ അറിയാം കേട്ടോ, നീ ഇതിലങ്ങ് മേജർ എടുത്താൽ മതി, മാസ്റ്റേഴ്സ് ഡിഗ്രി കരച്ചിൽ എടുത്താൽ മതി എന്ന് പറയുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ആളുകളാണ്. പോരാ, ദൈവം നമുക്ക് ഒത്തിരി സാധ്യതകൾ തന്നിട്ടുണ്ട് സഹോദരന്മാരെ. ഏക മനസ്സോടിരിക്കാനും, ഏക സ്നേഹം ഉണ്ടായിരിക്കാനും, ഐകമത്യപ്പെട്ട് ചിന്തിക്കാനും, ഏകഭാവമുള്ളവരായി പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് ഒരുപോലെ ചിന്തിക്കുക, ഒരുപോലെ കരുതുക, ഒരുപോലെ അഭിപ്രായപ്പെടുക, ഒരുപോലെ ഫീൽ ചെയ്യുക, ഒരുപോലെ ഫീൽ ചെയ്യുക. അതൊക്കെയാ ദൈവം നമുക്ക് തന്നിരിക്കുക. ഒരു സഭയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഭിന്നതയല്ല. അതായത് നിങ്ങൾ ഏക അഭിപ്രായം, ഒരേ അഭിപ്രായമുള്ളവരായിരിക്കും. അയ്യോ, ഒരഭിപ്രായം നടത്തുന്ന എന്തോ ഒരു പ്രയാസം, സങ്കടം തോന്നാറ്. എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പൊ നമുക്കിങ്ങനെ ഒത്തിരി സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. എന്തോ ഒരു സാധ്യതയാ. എന്നിട്ട് മൂന്നാമത്, നമ്മുടെ സ്വഭാവത്തിലെ ദൂഷ്യങ്ങളും ബലഹീനതകളും നമ്മള് മാറ്റി അത് പരിഹരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് വളരാനായിട്ട് സാധിക്കൂ. എന്തൊക്കെയാ പറയുന്നത്? ശാഠ്യം, ദുരഭിമാനം, അഹങ്കാരം, താഴ്മയില്ലായ്മ, സ്വാർത്ഥത, സ്വന്തം ഗുണം മാത്രം നോക്കുക, മറ്റുള്ളവരുടെ ഗുണം നോക്കാതിരിക്കുക. ഇതെല്ലാം സഹോദരവർഗത്തിനിടയിലുണ്ട്. പൗലോസ് ഈ ഫിലിപ്പിയിലെ വിശ്വാസികളോടാണ് ഇതൊക്കെ പറയുന്നത്. അവർ നല്ല വിശ്വാസികളാണ്, സാധാരണ സഭകളിലെ വിശ്വാസികളെക്കാൾ ഉന്നതരായ വിശ്വാസികളാണ്. പക്ഷെ അവരുടെ ഇടയിലും ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഇടയിലും ഇതൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്കും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വെച്ചോണ്ടിരിക്കാൻ നമുക്ക് അനുവാദമില്ല. ഉണ്ടെങ്കിൽ നമ്മളത് കുടിച്ചു പോടണം, അതിനെ നമ്മൾ അതിജീവിക്കണം. ശാഠ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ പറയുന്നത് നടക്കണം. ചില പിള്ളേർ ശാഠ്യം കാണിക്കില്ലേ? അവർക്കത് വേണമെന്ന് പറഞ്ഞത് കിട്ടുന്നത് വരെ അവർ ശല്യം ഉണ്ടാക്കും, ഒറ്റക്കെട്ടെന്ന്, കാലിട്ടട്ടിക്കുന്നു, കൈയിട്ടട്ടിക്കുന്നു, അമ്മയെ തല്ലുന്നു, അപ്പനെ തല്ലുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. അവസാനം ഒരു ചെറുക്കന്റെ കാര്യം കൊണ്ട് തോറ്റെന്ന് പറയുന്നത് ഇതാ കൊണ്ടു. ആര് ജയിച്ചു? ശാഠ്യം ജയിച്ചു. പണ്ടൊക്കെ അമേരിക്കക്കാർക്ക്, ഇപ്പോഴൊന്നും എനിക്കറിയില്ല, പണ്ട് അമേരിക്കക്കാർക്ക് ഒരു പ്രമാണം ഉണ്ടായിരുന്നു, പിള്ളേർ ദുർവാശി പിടിച്ച ഒന്നും കൊടുക്കുകയില്ല, ഒന്നും കൊടുക്കുകയില്ല. കരയാന്നെ അടുത്ത മുറി കൊണ്ടിട്ട് കഥ അടച്ച് ലോക്ക് ചെയ്തോടെ കിടക്കും. എപ്പൊ കരച്ചിൽ നിർത്തുന്നോ അപ്പൊ അത് വന്ന് വാതിലെ മുട്ടും, അപ്പൊ ചെല്ലും. കരഞ്ഞാൽ ഒന്നും കൊടുക്കുകയില്ല. വന്ന് പ്ലീസ് മമ്മി പ്ലീസ്, മമ്മി പ്ലീസ് മിൽക്ക്, മമ്മി പ്ലീസ് ക്യാൻഡി ബാർ, അത് കൊടുക്കും. പറഞ്ഞാൽ താങ്ക് യു എന്ന് പറയാം. ദുശാഠ്യം കൂടി ഇവിടെ എല്ലാം നമ്മൾ ചെറുപ്പത്തിലെ ദുശാഠ്യം താനേ നമ്മൾ എന്തെങ്കിലും കൊടുക്കൂ. അത് പിന്നെ ഇവിടെ സ്കൂളിലായി, പിന്നെ ജോലിക്ക് എന്നാൽ എവിടെയെങ്കിലും ആവശ്യമുണ്ടാവതായി, എവിടെ ചോദിക്കും. ഇതല്ലേ ഉള്ളൂ സമരം എന്ന് പറഞ്ഞാൽ. എന്താ മത്സരം കൊണ്ട് കാര്യം നേടുക എന്നുള്ളത്.
അത് നമ്മുടെ ഭർത്താക്കന്മാര് കാര്യങ്ങൾ നേടുന്നു, അങ്ങനെ ഭാര്യമാര് കാര്യം നേടുന്നു, അങ്ങനെ മത്സരിച്ചാണ്, മത്സര ബുദ്ധിയാണ്. അതായി ഷാഠ്യം എന്ന് പറയുന്നത്, നിർബന്ധ ബുദ്ധി. ഷാഠ്യത്താൽ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല. ആ മത്സരഭാവം അത് വളരെ ആപൽകരമാണ്. ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിച്ചു, അതെനിക്ക് കിട്ടാതെ ഞാൻ ഇനിയും പിന്മാറുന്ന കാര്യം എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. തെറ്റായാലും ശരിയായാലും ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ്, പിന്മാറുന്ന പ്രശ്നമേ. സഭ മുഴുവനും അതിന് മുട്ടുകുത്തി സമ്മതിച്ചെങ്കിലും അങ്ങനെ വാശിയുള്ള ആളുകളുണ്ട്. അവരൊക്കെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, വാതിൽ ഏതാന്ന് ഇറക്കി വിട്ടിട്ട് വീട്ടിൽ വണ്ടിക്കൂലി ഉണ്ടോ എന്നുകൂടെ ചോദിക്കുക, അല്ലെ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് അവരെ വിടുക. ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഈ ദുരഭിമാനം ദുശാഠ്യവും എന്റെ കഴിഞ്ഞു എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ ദുശാഠ്യക്കാരനുമല്ല ദുരഭിമാനിയുമല്ല, നിങ്ങൾ പറയുന്ന പോലെ മാന്യമായി ഒന്ന് പെരുമാറാമെന്ന് പറയുമ്പോൾ വന്നാൽ മതി. അതുപോലെ ഉണ്ട്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ? ദുശാഠ്യം കാണിക്കുന്ന ആളുകളെ കണ്ടാൽ നമ്മൾ വിളിക്കുകയൊന്നും വേണ്ട, അവരെ ഒന്ന് മെച്ചമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയൊന്നും വേണ്ട. മെച്ചമാവില്ല, അവർ ദുശാഠ്യക്കാരാ. ചില വീടുകളിൽ സാധിക്കും, ചില വീടുകളിൽ സാധിക്കുകയില്ല. ദുശാഠ്യവും സാധിക്കില്ല, ഒരു ശാഠ്യവും സാധിക്കില്ല. എന്റെ അപ്പച്ചന്റെ ഇടയ്ക്ക് ഒരു പരിപാടി നടക്കും. മുട്ടുമേ നിന്ന് എഴഞ്ഞു ചെന്ന് തെറ്റേറ്റ് പറഞ്ഞ് ഏത്ത വിട്ടാൽ ചിലപ്പോ ക്ഷമിച്ചു തരും. ചെറുപ്പത്തില് 5-8 വയസ്സുള്ളപ്പോഴാ ഒരനുഭവം ഉണ്ടായവിടെ ഞാൻ പഠിച്ചു. എന്താ കാര്യം അപ്പച്ചൻ പറഞ്ഞു, ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞ ഒരു ഓട്ടം മുറ്റത്തോട്ടെടുത്ത് ചാടിയതേ ഉള്ളൂ. ഉടനെ ചാടിക്കഴിഞ്ഞോളം എനിക്ക് മനസ്സിലായി കാര്യം തെറ്റായി പോയെന്ന്. തിരിച്ചെന്ന് ക്ഷമ ചോദിക്കാൻ വേണ്ടി അപ്പച്ചനോട് നിന്നോളാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ നിന്ന് കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. 5-8 വയസ്സുള്ള ഞാൻ അവിടെ നിന്ന് 4 മണിക്കൂറുള്ളത് ഒത്തിരി കാര്യം. അപ്പച്ചൻ പറഞ്ഞ ഒരു പ്രയോജനമില്ലെന്നോ, ഇവിടെ ഇനി കയറാൻ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്നോ. 4-5 മണിക്കൂർ നിന്നു. മഴയൊക്കെ ചാണ്, അതെല്ലാം നനഞ്ഞവിടെ നിന്നു. എന്റെ അപ്പച്ചന്റെ ഒരു അടുത്ത ബന്ധുവുണ്ട്, ഞങ്ങൾക്ക് അമ്മച്ചിന്ന് വിളിക്കുന്നതാണ്. 17 വയസ്സ് പ്രായമുള്ള ആളാ. അമ്മച്ചി വന്ന് ചോദിച്ചു, മോൻ എന്താ ഇവിടെ നിൽക്കുന്ന ചോദിച്ചു. ഞാൻ പൊട്ടിയും കരഞ്ഞു. പിന്നെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞു. അമ്മച്ചി വന്ന് അപ്പച്ചന്റെ കാലെ പിടിച്ചു. അവറാച്ചെന്നാ വിളിക്കുന്നത്. അവറാച്ച ഒരു പ്രാവശ്യം എന്നെ ഓർത്ത് ക്ഷമിച്ചു കൊടുക്കണമെന്ന്. അപ്പച്ചൻ പറഞ്ഞു, ക്ഷമിക്കുന്ന പ്രശ്നമില്ല. പിന്നെ അമ്മച്ചി ക്ഷമ ചോദിച്ച് ഇനി ആവർത്തിക്കണമെന്ന് അമ്മച്ചി എനിക്ക് വേണ്ടി ഗ്യാരണ്ടി ചെയ്തിട്ടാണ് എന്നെ വിളിച്ചോണ്ട് അപ്പച്ചനൊക്കെ വന്ന് ഞാൻ അപ്പച്ചന്റെ കാര്യം ക്ഷമ ചോദിച്ചു. ഇനി മേലിൽ ഇങ്ങനെ ഒരു ഗന്ധം ഉണ്ടാവില്ല. അന്ന് ഞാനൊരു കാര്യം, എന്റെ അപ്പച്ചനൊക്കെ കാര്യം നടക്കില്ല എന്ന് ഞാൻ പഠിച്ചു. ഇനി അപ്പച്ചനൊക്കെ നടക്കാത്തൊരു കാര്യം വേറെ എങ്കിലും എടുക്കാതിരിക്കുക നല്ലതെന്ന് ഞാൻ പഠിച്ചു. ദുശാഠ്യം കൊണ്ടൊന്നും നടക്കും. അതൊക്കെ കൂടിപ്പോയില്ലെന്ന് ചിലർ ചിന്തിക്കും. അങ്ങനെയൊക്കെ വേണോ? അങ്ങനെ വേണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഞാനൊരു പാഠം പഠിച്ചല്ലോ. എന്റെ ജീവിതത്തിൽ വലിയൊരു പാഠം പഠിച്ചു. ദൈവത്തിന് മുൻപാകെയും മനുഷ്യന്റെ മുൻപാകെയും ദുശാഠ്യം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കാരണം ബൈബിളിൽ അങ്ങനെ പറഞ്ഞു, ദുശാഠ്യത്താൽ ഒന്നും ചെയ്യരുത്, ദുരഭിമാനത്താലും ഒന്നും ചെയ്യരുത്. നമ്മളെല്ലാം നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്നതറിയാം, യാതൊരുത്തിന്റെ മുൻപിൽ നീ മുട്ടുമടക്കരുത്. ഞാൻ പഠിപ്പിക്കുന്ന മുട്ടുമടക്കേണ്ടിടത്തെല്ലാം നീ മുട്ടുമടക്കണം, മുട്ടുമടക്കേണ്ടിടത്തെല്ലാം നീ മുട്ടുമടക്കണം, കാല് പിടിക്കേണ്ടിടത്തെല്ലാം കാല് പിടിക്കണം. പക്ഷേ ശരി നിന്റെ ഭാഗത്തായിരിക്കണം, തെറ്റ് നിന്റെ ഭാഗത്തായിരിക്കും. ഞാനും എൻ്റെ ഒരു ഡ്രൈവറും കൂടെ ഒരിക്കൽ പോകുമ്പോൾ ഓർക്കുന്നുണ്ട്, ആലപ്പുഴ വെച്ച് റോഡിന്റെ സൈഡ് വെളിയിലാ പോലീസുകാരൻ നിൽക്കുന്നത്, റോഡിന്റെ വെളിയിലാ നിൽക്കുന്നത്. അയാളവിടെ നിന്ന് കൈ കാണിച്ചു. നമ്മൾ നേരെ നോക്കിയല്ലേ പോകുന്നത്, കണ്ടില്ല, പോയി മുന്നോട്ട് പോയി. അയാൾ വിസിലടിച്ചു. അപ്പം മനസ്സിലായ കാര്യം തെറ്റിയല്ലോ എന്ന്. വണ്ടി അവിടെ ഇട്ടിട്ട് ആ ഡ്രൈവർ ഇറങ്ങിച്ചെന്നു. എന്താ കോപിച്ചു, അധ്യപ്രസംഗി തെമ്മാടി ഞാൻ കൈ കാണിച്ച് നിർത്തുകയില്ല എനിക്കിവിടാന്നൊക്കെ പറഞ്ഞു. സാറേ ഞാൻ കണ്ടില്ല, ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ് ഈ റോഡിൽ കൂടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഞാൻ അവനെ നോക്കി എന്താ ചെയ്യുന്നത്, അവൻ അങ്ങോട്ട് ഇരുന്നിട്ട് സാറിന്റെ കാല് രണ്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്റെ സാറേ തെറ്റ് പറ്റിപ്പോയി, മനഃപൂർവ്വമല്ല, സാറൊന്ന് ക്ഷമിക്കില്ലെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു ഇതിന്റെ കുളം പറഞ്ഞു. അപ്പൊ ഞാൻ വന്നപ്പോ ചോദിച്ചേട്ടാ നീ എന്തിനാ കാല് പിടിച്ചേ? കാര്യം കാണാൻ കരുതക്കാല് പിടിക്കണം അച്ചായം വായിക്കിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, കാര്യം കാണാൻ കരുതക്കാലും പിടിച്ചു വെക്കും, ദുരഭിമാനം ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അവനെ ഒന്നും ചെയ്തില്ല, കാല് പിടിച്ചു കഴിഞ്ഞപ്പോ നീ കുളം പറഞ്ഞു എന്ന് പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ കാല് പിടിച്ചെങ്കിലേ പോകും. പക്ഷെ എപ്പോഴും ഞാൻ പറയും, തെറ്റ് നമ്മുടെ ഭാഗത്താണ്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, ശരിയാണ്, കൈ കാണിച്ചെന്നുള്ള ശരിയാണ്. റോഡിന് വെളിയിലാണോ പോലീസുകാരൻ നിൽക്കേണ്ടത്? മനുഷ്യൻ എന്നാ റോഡിൽ കൂടെ അല്ലേ നോക്കി പോകുന്നത്, റോഡിന് വെളിയിലേക്ക് ഇങ്ങനെ നോക്കി ഡ്രൈവ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ അയാളോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അയാളെ കാല് പിടിച്ചേക്കുക നല്ലത്. അപ്പൊ ദുരഭിമാനത്താലും ശാഠ്യത്താലും ഒന്നും ചെയ്യരുത്. നമ്മൾ വളരെ വളരെ താഴ്മയോട് വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്.
അതുപോലെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളു. ഇത് വലിയൊരു പാഠമാണ്. ഞാനാണ് ഇവിടെ നമ്പർ 1 എന്ന് പറഞ്ഞ് ഞാൻ നടന്നാൽ ശരിയാവില്ല. ഞാൻ ഇവിടുത്തെ അവസാനത്തെ ആളാണ്. എന്നേക്കാൾ ഇവിടെയുള്ള എല്ലാവരും മെച്ചമാണ്. കർത്താവ് അവർക്ക് വേണ്ടിയൊക്കെ മരിച്ചതും അവർ കർത്താവ് രക്തത്താൽ അവരെ വീണ്ടെടുത്തതുമാണ്. എന്നെ മാത്രമല്ല, എന്നെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുണ്ട്. എന്റെ ആത്മാവ് പോലെ അവർക്ക് ഒരു ആത്മാവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ കർത്താവ് രക്തം കൊടുത്ത് വീണ്ടെടുത്തതായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ മക്കളായിട്ട് അംഗീകരിക്കണം. എന്നേക്കാൾ വിലയേറിയതായിട്ട് ഞാൻ അവരെ കണക്കാക്കണം. അങ്ങനെ കണക്കാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമിലിറ്റി എന്ന് പറയും താഴ്മയോടെ, ലോവ്ലെസ് ഓഫ് മൈൻഡ് എന്നാണ്. നമ്മുടെ മനസ്സ്, നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ നമ്മൾ തിരുത്തി എഴുതണം. മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എണ്ണണം. എന്നിട്ട് പറഞ്ഞ് സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റവന്റെ ഗുണം എന്താണ്, ഈ കാര്യം ഞാൻ ഇങ്ങനെ ചെയ്താൽ അവൻ എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ളത് ചിന്തിച്ച് വേണോ കാര്യം ചെയ്യാനായി. ഞാൻ ഈ പറയുന്ന വാക്കുകൊണ്ട് സഭയിലുള്ള ആർക്കെങ്കിലും മുറിവുണ്ടാകും, ആർക്കെങ്കിലും അതുകൊണ്ട് ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ ബലഹീനത വരുമോ, ദൈവമായുള്ളവരുടെ ബന്ധത്തിൽ അകൽച്ച വരുമോ, ഞാനുമായുള്ളവരുടെ ബന്ധത്തിന് അകൽച്ച വരുമോ? ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ അഭിപ്രായം നടക്കണം. നമ്മുടെ അഭിപ്രായം നടക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും ചെയ്യില്ല. അങ്ങനെയാണ് നമ്മൾ. ഇതൊക്കെ വളരെ തെറ്റായിരിക്കുന്ന കാര്യങ്ങളാണ്. സ്വന്തം ഗുണം നോക്കരുതെന്നല്ല പറഞ്ഞ, സ്വന്തം ഗുണം മാത്രം നോക്കിയാൽ പോരാന്നാ പറഞ്ഞത്. സ്വന്തം ഗുണം നോക്കാത്ത കാര്യമുണ്ട്. അവരെ കുറിച്ച് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പരകാര്യത്തിൽ എഴുതുന്നവരായി നടക്കുന്ന തെസ്സലോനിക്കയിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ കൊള്ളുമില്ല. നമ്മുടെ കാര്യം നോക്കണം. നമ്മൾ മറ്റാർക്കും ഭാരമായി തീരാതിരിക്കാനായിട്ട് നോക്കണം. പക്ഷെ നമ്മുടെ മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യം കൂടെ നോക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു എന്നാണ് ഈ വാക്യങ്ങളൊക്കെ പൗലോസ് പറയുന്നത്. അത് നെഗറ്റീവായിട്ടിവിടെ പറയുന്നതേ ഉള്ളൂ. നെഗറ്റീവായിട്ട് പറയുന്നു. കർത്താവിന്റെ ഭാവം എല്ലാം, കർത്താവിന് ശാഠ്യം ഉണ്ടായിരുന്നില്ല, ദുരഭിമാനം ഉണ്ടായിരുന്നില്ല, താഴ്മയാണ് ഉണ്ടായിരുന്നത്, മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എണ്ണി, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കിയാണ് കർത്താവ് ജീവിച്ചത്. അതേ ഭാവം തന്നെ നമ്മളും ഉണ്ടായിരിക്കുന്നതാണ്. അതേ ഭാവം തന്നെ നമ്മളും ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു എന്ന് ഈ വാക്യങ്ങളെ തുടർന്നുള്ള വാക്യങ്ങളും പറയും. തുടർന്നുള്ള വാക്യങ്ങളാണ് ശരിക്കും പറയുന്നത്. ദൈവത്തോടെ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, അല്ലേ? ആ വാക്യങ്ങൾ പിന്നെ അങ്ങോട്ട് പറയാണ്. സാക്ഷാത് ദൈവമായിരിക്കെ ദൈവത്തോടെ സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യ രൂപമെടുത്തു, ദാസരൂപമെടുത്തു, ദാസവേഷം എടുത്തു. അവസാനം മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതാണ് കർത്താവ് ചെയ്തത്. എത്രത്തോളം താഴാം അത്രത്തോളം താഴും. ഭാവിയെ രക്ഷിക്കാനായിട്ട് എവിടെ വരെ പോകണം അവിടെ വരെ പോകും. കർത്താവ് അങ്ങനെയാ ചെയ്തത്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? ക്രിസ്ത്യ ജീവിതം നമുക്ക് വിജയകരമാക്കണമെങ്കിൽ നാമും ഇതുപോലെയൊക്കെ തന്നെ ചെയ്തെങ്കിലേ സാധിക്കൂ. നമുക്ക് ബലഹീനതകളൊക്കെ ഒരുപാടുണ്ട്. സ്വഭാവത്തിൽ വൈകല്യം, ഇവിടെയൊക്കെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളാണ് പറഞ്ഞത്. ദുശാഠ്യമെന്നും മറ്റുമൊക്കെ പറഞ്ഞ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. നിരാശയുള്ളവരുണ്ട്, ഡിപ്രഷൻ വരുന്നവരുണ്ട്, കോപം വരുന്നവരുണ്ട്, അതെ, ദുർവാശിക്കാരുണ്ട്. ഒന്നെല്ലാം കാര്യങ്ങളാണ് നമുക്കുള്ളത്. ദൈവസന്നിധിയിൽ അതിനൊന്നും ദൈവം വില കൽപ്പിക്കുകയില്ല. ദൈവം അതിനൊന്നും ഒരു പ്രീമിയം കൽപ്പിക്കും ദൈവമല്ല. നമ്മുടെ ബലഹീനതകളുടെ മേൽ ദൈവം ഒരിക്കലും പ്രീമിയം കൽപ്പിക്കുകയില്ല. നമ്മൾ നന്നായിട്ട് വരാനായിട്ട് പറയും. നന്നായിട്ട് വരാനായിട്ട് നാം അത് ഉപേക്ഷിച്ച് നന്നായിട്ട് വരണം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? മറ്റുള്ളവരുടെ സന്തോഷം പൂർണ്ണമാക്കാനും കഴിയും. അതുപോലെ ക്രിസ്തുവിന്റെ ഭാവത്തിന് പങ്കാളികളായി തീരുവാനും നമുക്ക് കഴിയും. രണ്ടും വളരെ അല്ലേ? മറ്റുള്ളവരുടെ സന്തോഷം പൂർണ്ണമാക്കാൻ കഴിയാന്ന് പറയുന്നത്. ഞാൻ മുഖാന്തരം ആർക്കെങ്കിലും ഇന്നൊരു സന്തോഷം വരണം. ആർക്കെങ്കിലും ഒരു സന്തോഷം. ഒരു കൊച്ചു കുഞ്ഞിനാകട്ടെ, ഒരു ബഗർക്കാകട്ടെ, അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ടവർക്കാകട്ടെ, ആർക്കായാലും അവരുടെ ഒരു സന്തോഷം. ഒരുപാട് സന്തോഷമുള്ളവരായിരിക്കും എങ്കിലും എൻ്റെ ചിലരുടെ സന്തോഷം പൂർണ്ണമാകാൻ. സന്തോഷം പൂർണ്ണമാകുക എന്നാ പറഞ്ഞിരിക്കുന്നത്. സന്തോഷം പൂർണ്ണമാകണം. അപൂർണമായ സന്തോഷം സന്തോഷമല്ലല്ലോ. ചിലരങ്ങനെ ചില ആഹാരമൊക്കെ കഴിച്ച് പറഞ്ഞു ശകലം ഉപ്പുണ്ടായിരുന്നില്ല, ഒരിച്ചിരി എരിവ് കൂടിപ്പോയി, ഒരു ശകലം മധുരം കൊണ്ടായിരുന്നില്ല, അല്ലേ? ആ ഇച്ചിരി ഉപ്പില്ലാഞ്ഞോണ്ട് എന്താണ്? ആ കറിയുടെ ടേസ്റ്റ് കുറഞ്ഞു, ആസ്വദിക്കാൻ കഴിയും. ഒരു ശകലം ഉപ്പ്, ഒരു ശകലം മധുരം കൊടുക്കും, അല്ലെ എരിവ് ഒരു ശകലം കൂടി. അതുപോലെയാണ് നമ്മുടെ ഇടപാടുകളിലെ കാർക്കശ്യം അല്പം കൂടിപ്പോയി, സ്വാർത്ഥത അല്പം കൂടിപ്പോയി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആളുകൾ പറയും.
ഇന്നത് അല്പം കൂടിപ്പോയി, അല്പം കൂടിപ്പോയി. ആ അല്പം കൂടിപ്പോയെന്ന് പറയുന്നതാണ് നമ്മുടെ കുഴപ്പം. ഇപ്പൊ നാം ഈ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പോലെ ജീവിച്ചാൽ മറ്റുള്ളവരുടെ സന്തോഷം നമുക്ക് കൊണ്ടാക്കാം. പൗലോസിന്റെ സന്തോഷവും പത്രോസിന്റെ സന്തോഷവും സഭയുടെ സന്തോഷവും സഹോദരന്മാരുടെ സന്തോഷവും മൂപ്പന്മാരുടെ സന്തോഷവും നമ്മുടെ വീട്ടുകാരുടെ സന്തോഷവും അയൽക്കാരുടെ സന്തോഷവും ഒക്കെ പൂർണ്ണമാക്കാൻ കഴിയും. നമ്മൾ അങ്ങനെ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളുകളാണ്. ഒരു നല്ല കാര്യമാണ്. അത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ആശുപത്രി ജോലി ചെയ്യുന്നു, വലിയൊരു ആശുപത്രി, 10,000 ജോലിക്കാരും ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം കൂടെ ഭയങ്കര ഒരു ആശുപത്രിയാണ്. ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ആശുപത്രി ഒരു മനുഷ്യൻ വന്നിട്ട് പുറത്ത് തട്ടി. ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ഹോസ്പിറ്റൽ ഡയറക്ടറാണ്. ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഡയറക്ടർ. അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് വന്ന് തട്ടി. ഞാൻ പേടിച്ചു പോയി. എന്ത് തെറ്റി? ഞാൻ ഓർക്കും തെറ്റൊന്നും ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം എന്നെ പറഞ്ഞു, സമയം കിട്ടുമ്പോൾ എൻ്റെ ഓഫീസിൽ വരണം. ഞാൻ പറഞ്ഞു, ദൈവമേ, നീയിപ്പോ എൻ്റെ ജോലി പോകുമോ? എന്താ ചെയ്യുന്നത്? ഒരു പിടിയില്ല. സമയം കിട്ടുമ്പോൾ പറഞ്ഞു പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ പൂർത്തിയാക്കിയിട്ട് സാറിന്റെ ഓഫീസിൽ വന്നു. എന്നിട്ട് സാർ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ആശ്വാസമായി. ഫയർ ചെയ്യാനൊന്നും ഇരിക്കില്ല, പറയില്ല. അതെ, ഫയർ സ്ക്വാഡിന് മുന്നേ ഇരുത്തുക എന്നൊരു പരിപാടിയുണ്ട്. അത് വേറെ. ഇരുന്നോ എവിടെ നിന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇന്ത്യത്താന്ന് പറഞ്ഞു. പേര് ചോദിച്ചു. എബ്രാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് എബ്രാം എന്നാ. അദ്ദേഹം യഹൂദനാ. അപ്പൊ പറഞ്ഞു എന്റെ പേര് യഹൂദന്മാരുടെ പേരാണെന്നല്ല. ഞാൻ പറഞ്ഞു യഹൂദനുമായി ബന്ധമുള്ള ഒരാളാന്ന് പറഞ്ഞു. യേശു എന്ന് പറഞ്ഞു, ജീസസ് ഒരു യഹൂദനാണെന്ന് പറയുന്നത് നേതാവ് പറഞ്ഞു. അങ്ങനെ ചിരിച്ചു വർത്തനൊക്കെ പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സിലുണ്ട്, എന്താ സാർ പറഞ്ഞു, ഞാനേ നിങ്ങളെ വിളിച്ചതേ ഈ 10,000 ആളുകളുള്ള ഒരു ആശുപത്രിയാണ്. ഈ ആശുപത്രി ഞാൻ നെറുകക്കുറിയൊക്കെ നടക്കും. ഞാൻ എന്റെ എല്ലാ മനുഷ്യരുടെ മുഖത്ത് നോക്കിയാലും ഇത്രയേ ഉണ്ട്. ഭാരവുമായിട്ട് ഇങ്ങനെ നടക്കുക, നിരാശയുമായിട്ട്. ഒന്നീ ആരോന്നെങ്കിലും കോപിച്ച് വഴക്ക് എന്തെങ്കിലും. നിങ്ങളെ ഞാൻ എപ്പോഴും കാണും മുഖത്തിൽ ചിരിയുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്താ സാറേ റിക്വസ്റ്റ്? എന്നും നിങ്ങൾ ജോലിക്ക് വരുമ്പോ എന്റെ ഓഫീസിന്റെ വാതിൽക്ക് വന്നത് എന്നെ നോക്കി ഒന്ന് ചിരിക്കണം. എന്നെ നോക്കി നന്നായിട്ടൊന്ന് ചിരിക്കണം. ഞാൻ പ്രതിയാനായിട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഡബിൾ പ്രൊമോഷൻ തരിക. നിങ്ങൾ ഇപ്പൊ ജോലി ചെയ്യുന്ന പോസ്റ്റിന് മുകളിലത്തെ ജോലിയുടെ അതിന് മുകളിലത്തെ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഓ, ഒന്ന് ചിരിക്കുന്നതിനാണോ ഇത്രയും? ഒരു ചിരിക്കാണോ ഇത്രയും? പിറ്റേ ദിവസം ഞാനിങ്ങനെ ടൈയും കോട്ടും ഒക്കെ ഇട്ടാണ് ജോലിക്ക് പോയത്. അപ്പൊ ആളുകൾക്ക് ഞാൻ കയറി അങ്ങോട്ട് ചെന്നിട്ട് കസേരയൊക്കെ വലിച്ചിട്ടിരുന്നു. അപ്പൊ അവരെല്ലാം വിചാരിച്ചത് എന്താ ഇന്നലെ വരെ അവിടെ ഇരുന്നവൻ ഇന്നിവിടെ കയറിയിരിക്കുന്നു. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഞാൻ ചിരിച്ചു കാണിച്ചു. അവർ പിന്നെ ചോദിച്ചു, അല്ല ഇതെങ്ങനെ കിട്ടി? ഞാൻ ചിരിച്ചു കാണിച്ചു. അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഒരു ചിരിയുടെ ഗുണമാണ് ചിരിക്കണം. ആളുകളെ കണ്ടാൽ ചിരിക്കണം. അവർക്ക് തോന്നരുത് അവരെ ഊശാക്കി ചിരിക്കുന്ന, കളിയാക്കി ചിരിക്കുന്നതല്ല, നല്ല അർത്ഥത്തിൽ ചിരിക്കണം. ചിരിക്കുന്ന മനുഷ്യൻ എല്ലാവർക്കും ഇഷ്ടമാകും. ഞാൻ ചിലപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. റോഡിൽ നടന്നു പോകുമ്പോഴേ വേറെ ഒരാൾ എതിരെ വരും. ഒരു പരിചയമില്ല, അവരെ നോക്കി ചിരിക്കും. ചിലപ്പോൾ സ്ത്രീ ആയിരിക്കും, ചിലപ്പോൾ പുരുഷനായിരിക്കും. കുറച്ചങ്ങോട്ട് പോയിട്ട് അവരിങ്ങോട്ട് നോക്കും. അതേ സമയത്ത് ഞാനും തിരിച്ചു നോക്കി ഒന്നൊരു ചിരിക്കും. അവര് കുറച്ചുകൂടെ മുന്നോട്ട് കിടക്കും, തിരിച്ചു നോക്കി ചിരിക്കുമ്പോൾ ഞാനും തിരിച്ചു നോക്കി ചിരിക്കും. അവരന്ന് മുഴുവൻ ചിന്തിക്കും, ആ മനുഷ്യനേതാ, ആ മനുഷ്യനേതാ. ഏതായാലും അല്ലെന്ന് നോക്കി ചിരിച്ചതേ ഉള്ളല്ലോ, കൊഞ്ഞം കാണിച്ചില്ലല്ലോ. ചിരിക്കുന്നവരെ ആളുകൾക്ക് ഇഷ്ടമാകും. ചിരിക്കുന്നവരെ ആളുകൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ചിരിച്ചു നോക്കിയേ. ഏത് ഓഫീസിൽ ചെന്നാലും എവിടെ ചെന്നാലും ചിരിച്ചു നോക്കി, ആളുകൾക്ക് ഇഷ്ടം. പച്ചക്കറി ചെല്ലുമ്പോഴും അയാളെ കണ്ട് നന്നായിട്ടൊന്ന് ചിരിച്ച് എന്തിട്ടു അതൊക്കെ ഒന്ന് ചോദിച്ച് നല്ല പച്ചക്കറി തരും. മീൻകാരൻ അല്ലെ നല്ല മീൻകാരൻ ധരിച്ച കാശ് കുറച്ച് തരും കേട്ടോ. ചിരി എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്, ഔഷധമാണ്. അങ്ങനെ പറയുന്നത് അത് ഔഷധമാണ്, ആയുസ് കൂട്ടുന്ന ഔഷധമാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ചു നടക്കരുത്, അതിലൊരു ഗുണവുമില്ല. ചില ഭാര്യമാർ രാവിലെ ഇറങ്ങി വന്നാൽ മുഖം വീർത്തിരിക്കും. ചില ഭർത്തന്മാർ ഇറങ്ങി വന്നാൽ അവിടെ മുഖം ഇത്രയും കാണും, ഒരു ഒട്ടയുടെ അത്രയും കാണും. എന്തിനാ ഇപ്പോൾ മുഖം വീർപ്പിച്ച് കിടക്കുന്നതെന്ന് അറിയില്ല. ഒന്ന് ചിരിക്കണം. അങ്ങ് ഉറക്കെ ചിരിച്ചെങ്കിലേ നമ്മുടെ ഹൃദയത്തിന്റെ മസിലുകൾ ഇറങ്ങുമെന്നാ പറയുന്നത്. അതുകൊണ്ടാ പറയുന്നത് ഉറക്കെ ചിരിക്കുന്നവർ കൂടുതൽ ആയുസ് ജീവിക്കുമെന്നാ പറയുന്നത്. ഈ അപ്പൊ എന്റെ മസിലുകൾ ഇങ്ങനെ വികസിച്ച് പുഞ്ചിരിച്ച മസിൽ എന്ന് പറയാൻ പറ്റി. അപ്പൊ നന്നായിട്ട് ചിരിക്കണം, നന്നായിട്ട് ചിരിക്കണം. അപ്പൊ ക്രിസ്തുവിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട് സൗരഭമായി, നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിരിക്കാം, മറ്റുള്ളവരുടെ സന്തോഷം നമുക്ക് പൂർണ്ണമാക്കാം. നമ്മളും സന്തോഷമുള്ളവരും ദൈവത്തെ സ്തുതിക്കുന്നവരും നന്ദിയുള്ളവരും ഒക്കെ ആയിട്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.